ഹലോ മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഫിസിക്സിൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഇനി ഗ്രാഫിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വഴി പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ? ഗ്രാഫ് എന്താണ്? ഗ്രാഫ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ ഡയഗ്രാം ആണ്. അതിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ ഡയഗ്രാം ആണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും വൈ ഡാഷ് വൈ ആക്സും ഈ ആക്സ് മീറ്റ് ചെയ്യുന്ന ഒ എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിനുമാണ്. ഇനി ഒ എക്സ് പോസിറ്റീവ് എക്സ് ആക്സിസും ഒ എക്സ് ഡാഷ് നെഗറ്റീവ് എക്സ് ആക്സിസും അതുപോലെ തന്നെ ഒ വൈ പോസിറ്റീവ് വൈ ആക്സിസും ആൻഡ് ഒ വൈ ഡാഷ് എന്താണ്? നെഗറ്റീവ് വൈ ആക്സുമാണ്. സോ ഇത്രയുമാണ് ബേസിക്സ്. പിന്നെ ഗ്രാഫിൽ എന്താണ്? ഇതുപോലുള്ള സ്മോൾ ഏരിയാസ് ഉണ്ടായിരിക്കും. 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ, സോ 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഇതുപോലുള്ള സ്മോൾ ഏരിയാസ് ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എക്സാമിൽ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്കെയിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിൽ കാണും. സോ സ്കെയിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയാണ് ബേസിക്സ് ഉള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. എന്താണ്? ദ പൊസിഷൻ ടൈം ഗ്രാഫ് relating to the motion of an object is given below. Analyze it and answer the questions. എന്താണ്? What is the nature of velocity of the object എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, നേച്ചർ ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഓരോ സെക്കൻഡ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ ഇവിടുത്തെ നമുക്ക് നോക്കാം. ഇവിടുത്തെ സ്കെയിൽ എന്താണ്? എക്സ് ആക്സിൽ ടൈം ആണ്. സോ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് എക്സ് ആക്സിലെ സ്കെയിൽ. ഇനി വൈ ആക്സിലേക്ക് പോകുമ്പോഴോ വൈ ആക്സിലെ പൊസിഷൻ ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മീറ്റർ ആണ് വൈ ആക്സിസിലെ സ്കെയിൽ. അപ്പോൾ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 സെക്കൻഡും വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്ററുമാണ് ഇവിടുത്തെ സ്കെയിൽ. ഓക്കെ, അത്രയും സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് വെലോസിറ്റിയുടെ നേച്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ്? ഓരോ ടൈം ഇന്റർവെല്ലിലും ഇതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആദ്യത്തെ 2 സെക്കൻഡിൽ എത്രയാണ്? 10 മീറ്റർ ആണ്. അടുത്ത 2 സെക്കൻഡിൽ 20 മീറ്റർ ആണ്. അഗെയിൻ 2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് 30 മീറ്റർ ആണ്. അപ്പോൾ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, നേച്ചർ ഓഫ് വെലോസിറ്റി എന്താണ്? യൂണിഫോം വെലോസിറ്റി. ബിക്കോസ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. സോ യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി എന്താണ് ആക്സലറേഷൻ? യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്കെയിൽ നമ്മൾ എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റിയുടെ നേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും വെലോസിറ്റിയുടെ നേച്ചർ അനുസരിച്ച് ആക്സലറേഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കണ്ടത്. ഓക്കെ, എന്താണ്? 3 ഗ്രാഫ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 3 ഗ്രാഫ് ഉണ്ട്. സോ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദി ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സലറേഷൻ? സോ യൂണിഫോം ആക്സലറേഷൻ ആർക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഗ്രാഫാണോ? എന്താണ് ആദ്യത്തെ ഗ്രാഫിൽ? ആദ്യത്തെ ഗ്രാഫിൽ വെലോസിറ്റി സെയിം ആണ് അല്ലേ? ഇപ്പോൾ ഇത് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് ആണ്. ഇത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡിൽ 40, 2 സെക്കൻഡിൽ 40, 3 സെക്കൻഡിൽ 40, 4 സെക്കൻഡിൽ 40. അപ്പോൾ സമയത്തിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ആക്സലറേഷൻ 0 ആണ്. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്സലറേഷൻ 0 ആണ്. നെക്സ്റ്റ് കേസിൽ എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ടൈം അനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, വിച്ച് മീൻസ് ആക്സലറേഷൻ, യൂണിഫോം ആക്സലറേഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ്? യൂണിഫോം ആണ്. ഓക്കെ, ഓരോ ടൈം ഇന്റർവെല്ലിലും ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ ഗ്രാഫ് 2ലാണ് യൂണിഫോം ആക്സലറേഷൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അടുത്തെന്താണ്? ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദി ഒബ്ജക്റ്റ് ഹാവ് ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ? എന്താണ്? വെലോസിറ്റി കൂടുന്നു, വെലോസിറ്റി കുറയുന്നു. വെലോസിറ്റി കൂടുമ്പോൾ ആക്സലറേഷനും വെലോസിറ്റി കുറയുമ്പോൾ ഡീസലറേഷനുമാണ്. അപ്പോൾ ഗ്രാഫ് 3ലാണ് ആക്സലറേഷനും ഡീസലറേഷനും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റിയുടെ നേച്ചർ കണ്ടുപിടിച്ചു അല്ലേ? ഇതെന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. ഇവിടെ എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ടൈം ഇന്റർവെല്ലിലും ഇവിടെ വെലോസിറ്റി ചേഞ്ച് സെയിം ആണ്. അപ്പോൾ ഇത് യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. ഇനി ഈ ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ ആക്സലറേഷനും ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷനും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇങ്ങനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
which are the regions of the graph that represent the following. എന്താണ് യൂണിഫോം വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, നമ്മൾ ഇവിടെ കണ്ടത് തന്നെയാണ്. കണ്ടോ ഈ ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യും. കാരണം എന്താണ് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? യൂണിഫോം വെലോസിറ്റി എവിടെയുള്ളത്? യൂണിഫോം വെലോസിറ്റി ഉള്ളത് എ ബിയിലാണ് അല്ലെ, യൂണിഫോം വെലോസിറ്റി എ ബിയിലാണ്. ഇതിനെയാണ് നമ്മൾ ഇവിടെയും കണ്ടത് യൂണിഫോം വെലോസിറ്റി. അടുത്തത് റിട്ടാർഡേഷൻ എവിടെയാണ്? ബി സിയിലാണ് റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ഗ്രാഫിൽ കണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ഇനി ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാലോ. യെസ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഡാറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ടാബുലേറ്റഡ്. ടൈം ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ഇനി സെലക്ട് ദി സൂട്ടബിൾ സ്കെയിൽ ആൻഡ് ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് നമുക്ക് സ്കെയിൽ എടുക്കാം. എക്സ് ആക്സിസിൽ എന്താ നമ്മൾ എടുക്കണ്ടേ? എക്സ് ആക്സിസിൽ എന്തായിരിക്കും? ടൈം ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൾ നമുക്ക് ഒരു 5 സെക്കൻഡ് എടുക്കാം. ഇനി വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൾ ടു വെലോസിറ്റി ആണ്, നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 0 സെക്കൻഡ് ആവുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 20 ആണ്. സോ 0 സെക്കൻഡിൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 5 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി 25 ആണ്. സോ 25 ഇവിടെ ആയിരിക്കും. സോ 25 ആണ് നമ്മുടെ 5 സെക്കൻഡ് ആവുമ്പോഴുള്ള വെലോസിറ്റി. അടുത്തത് 10 സെക്കൻഡ് ആവുമ്പോൾ 30 ആണ് വെലോസിറ്റി. ഓക്കെ, ഇനി 15 സെക്കൻഡ് ആവുമ്പോഴും 30, 20 സെക്കൻഡ് ആവുമ്പോഴും 30, 25 ആവുമ്പോൾ 25 ആൻഡ് 30 സെക്കൻഡ് ആവുമ്പോൾ 20. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് ഈ ഗിവൺ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ സ്കെയിൽ എടുക്കാൻ പഠിച്ചു. ആ സ്കെയിൽ വെച്ച് ഗ്രാഫിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഇനി എന്താ? Which are the time intervals of positive acceleration and negative acceleration? ഇതന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും അതിന് മുന്നത്തെ ക്വസ്റ്റ്യനിലും കണ്ടത് അല്ലേ? പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ. ആൻഡ് ഇവിടെ എന്താണ്? ആക്സിലറേഷൻ 0 ബിക്കോസ് യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി ഗ്രാഫിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് നമ്മളിപ്പോൾ സോൾവ് ചെയ്ത ഈ ഒരു അപ്രോച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.